Hello guys, welcome back to my YouTube channel. This is Tejitanga and you're watching Tejitanga Diaries. Actually, എൻ്റെ കോളേജിലെ 3rd സെം റിസൾട്ട് വന്നു. അത് വന്നത് ഇന്നല്ല, ഒരു 2 days ബാക്കാണ്. പക്ഷെ 2 days ബാക്ക് ഞാൻ മുംബൈയിലായതുകൊണ്ട് ഞാൻ വീട്ടിൽ ആരടുത്തും എൻ്റെ റിസൾട്ട് ആവുന്ന കാര്യമേ പറഞ്ഞിട്ടില്ല. ഈവൻ ഞാൻ പോലും ചെക്ക് ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് അയക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല. സോ ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ്. അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മോടൊന്ന് റെഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഒന്ന് കോഫി കുടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അറിയില്ല. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് അമ്മയോട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അമ്മേനെ വിളിക്കാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ അമ്മേനെ കയറ്റാം. എന്താണ് അമ്മ ധരിച്ചു വെക്കുന്നത്. കാരണം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് ഞാൻ ഇത്രയും ദിവസം ഞാൻ വീട്ടിലില്ലായിരുന്നു. ഇന്നാണ് ഞാൻ വീടെത്തിയത്. അപ്പോൾ കുറേ ആയി അമ്മ എന്നെയും കണ്ടിട്ട്. അപ്പോൾ അമ്മ എന്നാൽ എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യപ്പെടും. ഭയങ്കര തുള്ളിച്ചെറിയ റെഡിയായി നിൽക്കുന്നുണ്ട്. ഗൈസ്, അമ്മ TV കാണുകയാണ് റെഡി ആയിരുന്നിട്ട്. പോയി നോക്കാം. ഹായ്, എന്താണ് ഫോട്ടോ എന്താണ്? ക്യാമറക്ക് പിടിച്ച് നിൽക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തോ ഒരു വീഡിയോ എടുക്കാനാണ് നീ എൻ്റെ അടുത്ത് ഒരുങ്ങാൻ പറഞ്ഞില്ല. എന്നാൽ എന്തായിരിക്കും ഒരു ഗസ്റ്റ്? എന്തോ വീഡിയോ എടുക്കാനാണ് അത്ര. പിന്നെ ക്യാമറ ഓൺ ചെയ്ത് മൈക്കും കൊണ്ട് വരുമ്പോൾ വീഡിയോ എടുക്കല്ലാണ്ട് ഞാൻ ഇവിടെ സർക്കസ് കാണിക്കായിരുന്നു. പറയൂ, ഏത് റിസൾട്ട്? എൻ്റെ 3rd സെം വന്നിട്ടുണ്ടാവോ? നീ അന്ന് കുറെ എന്തൊക്കെയോ ക്യാമറയും കൊണ്ട് വന്നു പോയി. ഇന്ന് വന്നാ നോക്കാം. നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവുന്നു? ഞാൻ ടെൻഷൻ ആയിട്ടില്ല. നിന്നെ നാളെ റിസൾട്ട് വരുന്നത് വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. എന്തായാലും ആദ്യം നമുക്ക് നമ്മുടെ സ്കിന്നിനെയൊക്കെ ഒന്ന് കൂളാക്കി ഹൈഡ്രേറ്റ് ഒക്കെ മോയ്സ്ചറൈസർ തേച്ചങ്ങ് ഇറങ്ങാം. എന്തും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. സോ ഗൈസ്, അമ്മയുടെ ഗസ് വേണമെങ്കിൽ ശരിയാന്നൊക്കെ പറയാം. റിസൾട്ട് വന്നു. ഇല്ല ഇല്ല, കാണിച്ചു തരാം. ഞാൻ നോക്കിയില്ല. പക്ഷെ റിസൾട്ട് വന്ന് 2 ദിവസമായി. എന്താണ്? നീ അറിഞ്ഞില്ലേ? അറിഞ്ഞു, ഞാൻ 2 ദിവസം മുന്നേ അറിഞ്ഞു. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയില്ല. എന്താണ്? ശരി ശരി. എനിവേസ്, നമ്മള് ഇപ്പം യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മമാത്ത് അലോ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സാധനം നല്ല മണവും കാണാൻ നല്ല ക്യൂട്ടും മാത്രമല്ല, ഇത് റിയൽ അലോവേരേക്കാൾ 6 times ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ. ശരിക്കും അലോവേരേക്കാളോ? കാണിച്ചത്. പിന്നെ ഇത് യൂസ് ചെയ്യാനും ഭയങ്കര കൺവീനിയന്റ്, കാരണം മെസ് ഇല്ല, ചങ്ക് ഇല്ല, ഭയങ്കര സ്മൂത്ത് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. നമ്മുടെ ഈ നാച്ചുറൽ അലോവേര ഭയങ്കര സ്റ്റിക്കി ആൻഡ് ഗ്രീസി ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ. പക്ഷെ ഈ മാമാത്തിന്റെ അലോവേര നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോഴത്തേനും അത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഒരു സ്റ്റിക്കിനെസ് ഇല്ലാതെ, ഒരു റെസിഡ്യൂ ഇല്ലാതെ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഒരു ലൈറ്റ് വെയിറ്റ് എക്സ്ട്രാ ആകും. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ദ ഹോൾ ഡേ. അതുകൊണ്ടാണ് ഇത് ഈ അലോവേരനെക്കാളും നല്ലതാണെന്ന് പറയും. പിന്നെ മാമാത്തിന്റെ മോയ്സ്ചറൈസറിൽ ഒന്നും ഒരു ഹാംഫുൾ കെമിക്കൽസും ഇല്ല. ലൈക്ക് പാരബൻ, മിനറൽ ഓയിൽ, സിലിക്കോൺ, ഇതൊന്നുമില്ല. അലോവേരന്റെ ഗുഡ്നെസിന്റെ ഒപ്പം തന്നെ ഹൈലറോണിക് ആസിഡും കൂടി ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഓൾ ഡേ നമുക്ക് ഭയങ്കര ലോങ് ആയിട്ടൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസും സ്കിന്നും തരും. പിന്നെ എനിക്ക് മാമാത്തിന് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ അവരെപ്പോഴും ഇന്നോവേറ്റീവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ സ്കിന്നിന് എന്താ പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ആണ് അവർ എപ്പോഴും ഉണ്ടാക്കാറ്. സോ ഗൈസ്, ഈ മോയ്സ്ചറൈസർ ഒരു വേരിയന്റ് അല്ല, ഞാൻ ഇതിന്റെ 4 വേരിയന്റും വാങ്ങിയിട്ടുണ്ട്. എന്റെ കോഡായ TJ Diaries 2025 മാമാത്തിന്റെ വെബ്സൈറ്റിലോ ആപ്പിലോ യൂസ് ചെയ്യണമെങ്കിൽ ഫ്ലാറ്റ് 20% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിളിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റോഴ്സിലും ഇവരുടെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പിന്നെ കിട്ടാണ്ട് ഒക്കെ കിട്ടും. സോ ഗൈസ്, നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ എക്സൈറ്റഡ് ആണോ എൻ്റെ റിസൾട്ട്? ഞാൻ പറയാം 3rd സെമ്മിനെ പറ്റിയിട്ട്. എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഓർമ്മയേ ഇല്ല. 3rd സെം പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ സോളോ ട്രിപ്പ് പോയില്ലേ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. നവംബറിൽ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഇടക്ക് ഞാൻ സോളോ ട്രിപ്പ് പോയി തിരിച്ചു വന്നു. പിന്നെ അതെ, പിന്നെ ബ്ലൂം ഉണ്ടായിരുന്നു, എൻസൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ ഫുൾ പുറത്ത് പരിപാടിക്ക് ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് ഒരു നോട്ട് പോലും ഇല്ല. 3rd സെമ്മിൽ എനിക്ക് നോട്ട് ഇല്ല. സമയത്ത് നീ മുഴുവൻ ട്രിപ്പിന്റെ മറ്റേ ഇതിൽ തലയ്ക്ക് പിടിച്ച് നടക്കും. തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് എക്സാമിന്റെ ഇടയിലാണ്. അമ്മ, ഈ എക്സാം കഴിഞ്ഞത് മാർച്ചിലാണ്. ഓ ശരി ശരി, എനിക്ക് ഓർമ്മയില്ലടാ. അപ്പൊ ഗൈസ്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽ തോറ്റാലും ഒന്നും പറയണ്ട, അതല്ല ഉദ്ദേശിച്ചു.
പിന്നെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഞാൻ ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 4 കൊല്ലത്തെടുത്തു. ഈ 4 കൊല്ലത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ChatGPT തരാൻ പറ. അത് മാത്രം വെച്ച് ഞാൻ എക്സാമിന് പോയത്. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അതാണ് ഏറ്റവും ബ്രില്യൻ മെത്തേഡ്. നോക്കാം, കാരണം റിസൾട്ട് എനിക്ക് എല്ലാ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും എനിക്ക് ഫെമിലിയർ ആയിരുന്നു. സെയിം അയച്ചു തന്നിട്ടുണ്ട് ഗ്രൂപ്പില്. അയച്ചിട്ടുണ്ടോ? എന്നിട്ട് നീ നോക്കാതിരുന്നാണ്? എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? ഒരു 65. എനിക്ക് അത്യാവശ്യം 65 കിട്ടണം എന്നാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഉണ്ടോ? 65 എബോവ് ഉണ്ടോ? അതോ തോറ്റോ? ഞാൻ റിസൾട്ട് എടുക്കാൻ നീ നോക്കിയാ? ഇല്ല, എല്ലാത്തിലും പച്ചവരകളാണ്. പാസ്സായി, എല്ലാം പാസ്സായി. സമാധാനമാണല്ലോ സ്ത്രീക്ക്. മറ്റേ 65% വേണം പറഞ്ഞിട്ട് പാസ്സാകുമ്പോൾ ഡൗട്ട്. എനിക്ക് വലിയ വികാരമൊന്നും ഇല്ല. ബിക്കോസ് ബാക്കി എല്ലാവരും റിസൾട്ട് കണ്ടപ്പം ഏകദേശം ഒരു ഊഹം നല്ല മാർക്കുണ്ട് അവർക്ക്. അതെന്താ ആവട്ടെ, കണ്ടപ്പോൾ എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സാം കഴിഞ്ഞ് വരുമ്പോഴും പാസ്സാവും. ശരി, നോക്കട്ടെ. ഒരു കാര്യം ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് മിസ് പറഞ്ഞു ഭയങ്കര ടഫ് സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് മിസ് ഏറ്റവും ഫസ്റ്റ് ടഫ് പോർഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈസി പോർഷൻ എടുക്കാമെന്ന്. ആ ടഫ് പോർഷനാണ് സ്റ്റാർട്ടിങ്ങിൽ എടുത്തത്. എന്ന് വെച്ചാൽ നവംബർ പകുതി തൊട്ട് എടുക്കാൻ തുടങ്ങിയത്. ഡിസംബറിൽ ഞാൻ ട്രിപ്പ് പോയി. ടഫ് പോർഷൻസ് എടുക്കുമ്പോഴായിരുന്നു ട്രിപ്പ്. അപ്പോൾ ടഫ് പോർഷൻ എടുക്കുമ്പോഴായിരുന്നു ഞാൻ സ്ഥലത്തില്ലാത്തത്. തിരിച്ചു വരുന്നു, ഈസി പോർഷനിലേക്ക് എത്തി. അപ്പൊ ടഫ് പോർഷൻ ഞാൻ ഫുൾ സ്കിപ്പ് ചെയ്തു. മനസ്സിലായോ? പക്ഷേ അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനാണ്. ശരി, നോക്കട്ടെ. നീ എന്ത് കാണിക്കാതിരിക്കണ? നോക്ക്, താഴേക്ക് കാണിക്കും. എനിക്ക് കണ്ണ് കണ്ടേ. ഈ സാധനത്തിലേക്ക് ഇങ്ങോട്ട് വെക്കുവോ? ഇതൊന്ന് മാറ്റുമോ? 76, 61. എന്താ അക്കൗണ്ടിങ്സ് ഇല്ല? അക്കൗണ്ടിങ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 71, 65. ഓ, കോൺസ്റ്റിറ്റ്യൂഷൻ ലോയ്ക്ക് മാത്രം കുറച്ച് ഇതായില്ലേ? 54ഉം 57ഉം. ഓ, പാസ്സാണ്. വേറെ കാര്യം മനസ്സിലാത്തോണ്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും അറിയോ? 62, 65 ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഇന്റേണൽ മാർക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം കുറവാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും കൂളാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അറ്റൻഡൻസിന് അറ്റ്ലീസ്റ്റ് 1 മാർക്കും 2 മാർക്കും ഉണ്ടാവും. എനിക്ക് അറ്റൻഡൻസിന് 0 മാർക്കാണ്. കാരണം അറ്റൻഡൻസിന് 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹോൾ 1% കൂടും. എന്താ പാസ്സായി, നല്ല മാർക്ക്. ഇന്റേണൽ മാർക്കിന് എന്തിനാണ് അങ്ങനെ കളയുന്നത്? എഴുതി പാസ്സാവാം. എനിക്ക് 51% കിട്ടി, ഞാൻ ഹാപ്പിയാണ്. ഓ, പിന്നെ അത് വായും കൊണ്ട് വെറുതെ പറയാ. റിസൾട്ടിൽ കാണുമ്പോൾ ഞാൻ ഹാപ്പിയാണല്ലോ ഇത് കണ്ടിട്ട്. അത് കണ്ടിട്ട് ഇതിപ്പോ എന്തായാലും 65 ഉണ്ടോ? അറൗണ്ട് 65 ഉണ്ട്. ശരി, നോക്ക്. 71 + 65 + 54 64. 65. ഞാനൊരു എന്താ പറയുക, അപ്രോക്സിമേറ്റ് അല്ലേ പറയണത്? നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടക്കറി കുരുങ്ങി. അത് എന്താ അപ്രോക്സിമേറ്റ് ആണ് റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ 64, അറൗണ്ട് 65 എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഞാൻ അത് പറഞ്ഞില്ലേ, അറൗണ്ട് 65. അത്യാവശ്യം നല്ല കുഴപ്പമില്ല. കാരണം ക്ലാസ്സിലേക്ക് കയറാതെയാണ് 64. അപ്പൊ ഇനി നമുക്ക് ക്ലാസ്സിൽ കയറണ്ട. മനസ്സിലായോ? ശരി, എന്താ പറയാനുള്ള റിസൾട്ടിനെ വരും? ഇതിപ്പോ നല്ല റിസൾട്ട്. നീ ഇങ്ങനെ പഠിച്ച കുട്ടിക്ക് ഒരിക്കലും ഇങ്ങനെ റിസൾട്ട് ഒന്നും കിട്ടില്ല, അതുറപ്പാണ്. കാരണം ചത്തുകുത്തി പഠിച്ചിട്ടാണ് പാവം പിള്ളേർ ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. അങ്ങനെയൊന്നുമില്ല. ചത്തുകുത്തി പഠിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ കുത്തി പഠിക്കും. ഞാനൊക്കെ അങ്ങനെയാണ്. ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചാൽ ഇത്രയൊന്നും എനിക്ക് കിട്ടില്ല. അപ്പൊ ഇത് വലിയ കാര്യം തന്നെ. പക്ഷെ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പഠിച്ച ഉറപ്പായിട്ടും കിട്ടും. അത് വേറെ കാര്യം. അതല്ല ഞാൻ പറഞ്ഞത്. ടോപ്പ് മാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് സുഖമായിട്ട് നിനക്ക് കിട്ടും. അതിൽ സംശയമൊന്നുമില്ല. എന്താ ചെയ്യുന്ന ഒരു പഠിപ്പിയാവ്. അതെ, പക്ഷെ ആലോചിച്ച് നോക്ക്, പഠിക്കാൻ മാത്രല്ലോ ഞാൻ ചെയ്തത്. അതന്നെയല്ലേ പറഞ്ഞത്. അത് മനസ്സിലായില്ല? മലയാളം അറിയില്ലേ കുട്ടിക്ക്? കുട്ടിക്ക് മലയാളം അറിയാം. അപ്പൊ 64 എന്ന് വെച്ചാല് എനിക്ക് 6 മാസം കൂടുമ്പോ എക്സാമും റിസൾട്ടും വരുന്നോണ്ട് എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. 10th +2 പറയുമ്പോഴൊരു ഇതുള്ളത്. അതും പിന്നെ ഈ മാർക്ക് ഞാൻ 3 വന്നിട്ടുള്ളൂ. മാർക്ക് ഞാൻ ഏകദേശം എക്സ്പെക്ട് ചെയ്ത പോലെ ആയതുകൊണ്ട് ഐ ആം ഹാപ്പി, നല്ല ഹാപ്പി. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 65ന്റെ മേലുണ്ടായിരുന്നു. ഫസ്റ്റും സെക്കൻഡ് സെമ്മിലും 66 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ 64. പക്ഷെ ഗുഡ്, ഓവർ ആക്കണ്ട. നിങ്ങളിപ്പോൾ ബിറ്റ് എഴുതി പാസ്സായതല്ല.
ഞാൻ കൊണ്ടില്ല നിന്റെ അടുത്ത്. നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ പറയണത്? നീ നിനക്ക് എന്ത് മനസ്സുഖമാണ് തിന്ന്? നിനക്ക് എന്ത് മനസ്സുഖമാണ്? എന്റെ തെറ്റടാ. ഞാൻ ഫണ്ണായിട്ടാണെങ്കിലും പറയാൻ പാടില്ലായിരുന്നു. പപ്പയോടും ചേച്ചിയോടും നമുക്ക് വലിയ റിസൾട്ട് പറയാം ഗൈസ്. അപ്പോൾ ഗുഡ്, താങ്ക് യു. അപ്പോൾ അവരുടെ അവിടെ കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പപ്പയുടെ ഓഫീസ് എത്തി. ആദ്യം നമുക്ക് പോയി ചേച്ചീനെ കണ്ടിട്ട് പറയാം, അതിന് ശേഷം പപ്പേനെ കണ്ടിട്ട് പറയാം. ഇതിപ്പോൾ 6 മാസം കുടുംബം ഉള്ളത് കൊണ്ട് ആർക്കും ഒരു ഇതുമില്ല. മിക്കവാറും ഞാൻ ഈ റിസൾട്ടിൻ്റെ പരിപാടി നിർത്തും. ലൈറ്റ് ഓൺ ചെയ്യൂ. എവിടെയും പോയില്ല. എന്താണ് ഞാൻ ക്യാമറ എടുത്ത് വരുമ്പോൾ വന്നോ? യെസ്, ഇത്തവണ ശരിക്കും വന്നു. ശ്രീജിത്തിൻ്റെ പറ്റിപ്പല്ല. നീ എന്തിനാ ചിരിക്കണേ? അല്ല, കഴിഞ്ഞ പറ്റിച്ചതാണല്ലോ. ശരി, എനിക്ക് എത്ര മാർക്ക് ഉണ്ടാവും? പാസ്സായോ? ഒരെണ്ണത്തിൽ പോയി എന്നാണ് അമ്മ പറയുന്നത്. എത്ര % ഉണ്ടാവും? 63 ഉണ്ടാവും അമ്മ. അമ്മയ്ക്കൊക്കെ അറിയാം, ഇതൊക്കെ ആക്ടിങ് ആണ്. മുഖം കണ്ട മനസ്സിലാവുന്നില്ല. ആക്ടിങ് അറിയാടാ, ആക്ടിങ് അല്ല എന്റെ. എടി മണ്ടി, ഞാന് ക്ലാസ്സിൽ എപ്പോഴാണ് ഈ സെമ്മിൽ കയറിയിട്ടുള്ളത്? ഞാൻ എന്തിനാണ്? അതെ, അത് ഓൾറെഡി ഒരു വട്ടം പറഞ്ഞ് അലമ്പാക്കിക്കണം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. IPC 1 എളുപ്പമല്ലേ? ജൂറിസ്പ്രുഡൻസിലൊക്കെ മാർക്കുണ്ട്. അതിനേക്കാളും എളുപ്പമുള്ള 2 സബ്ജക്റ്റിലും മാർക്ക് കുറവ്. എനിക്ക് ഇപ്പൊ ഓർമ്മല്ല ആ സബ്ജക്റ്റ് എന്താ ഉള്ളത്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. എത്ര പെർസെന്റേജ് ഉണ്ട്? 64. 63. രണ്ടാളും 64 എത്തിയില്ല. ഇനി ന്യായീകരിക്കണ്ട, എത്തിയില്ല. പപ്പനോട് പറഞ്ഞു, പപ്പനോട് പറയാൻ പോണം. നോക്കാം, ഗുഡാ പറയാണ്. സബ്ജക്റ്റ് സപ്ലി ആണ് പറ. ഓക്കെ, അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കാം. പ്രാങ്ക് ചെയ്യാ. ശരി, പ്രാങ്ക് ചെയ്യാ. ഓക്കെ, പപ്പേനെ പ്രാങ്ക് ചെയ്യാം. ഗൈസ്, നമ്മൾ പപ്പേനെ പ്രാങ്ക് ചെയ്യാൻ വേറെ റിസൾട്ടാണ് കാണിക്കാൻ പോകണം. ഒന്ന് പോടി ഫ്രണ്ടിൽ, അതിനായിട്ട് പാത്രം തുറന്ന് വെച്ചിരിക്കണ്. അപ്പൊ നമ്മൾ പപ്പേനെ പറ്റിക്കാൻ പോവാണ്. ഒരു സബ്ജക്റ്റിൽ ഫെയിലായ റിസൾട്ടാണ് കാണിക്കണം, ബാക്കി എല്ലാം പാസ്സാണ്. ആക്ടിങ്ങിന്റെ മുഖത്ത് വരാം. പപ്പാ വാ. എന്താ അഭ്യാസം? എന്തായിരിക്കും? എനിക്കറിയാം. ഊഹിക്കും മനുഷ്യ. എനിക്കങ്ങനെ ഊഹിക്കാൻ അറിയില്ലടാ. നീ ഉള്ള കാര്യം പറഞ്ഞേ. ശരി, എന്റെ 3rd സെം റിസൾട്ട് വന്നു. ഓക്കെ. എന്തായിട്ടുണ്ടാവും? ഒരുവിധം നല്ല മാർക്ക് ഉണ്ടാവും, പാസ്സായിട്ടുണ്ടാവും. ഒരുവിധം നിന്റെ കാര്യം നീ നോക്കുന്നുണ്ടാവും. എത്ര %? അത് എനിക്കറിയില്ലടാ. എപ്പോഴും നീ ഒരുവിധം മോശമില്ലാത്ത പറയാം 80. വേണ്ട, 80 വേണമെന്നില്ലല്ലോ. പിന്നെ ഒരു പാസ്സായാലും ഒരു വാല്യൂ തന്നെയില്ല. എവിടെ വേണമെങ്കിൽ പോകാലോ. ഒരു 70 ഊഹം പറ. അങ്ങനെയൊന്നും ഒരു 80 ഒക്കെ ഉണ്ടാവും. ഞാൻ ഒരു സബ്ജക്റ്റിൽ പൊട്ടി. എന്താണ്? എന്തായാലും ചെയ്യ ഫെയിലായി വേഗം എഴുതാ. പഠിച്ച ഇപ്പൊ 3ാം സെമ്മിന് തോറ്റാൽ നല്ലതാണത്. എന്താ കാര്യം പറഞ്ഞാൽ വേഗം പഠിച്ചെടുക്കാം, കാര്യം മനസ്സിലാവുമല്ലോ. നമ്മളുണ്ടോ സാധ്യത കുറവാണ്. എവിടെയോ ഒരു എന്താ പറയാ കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ വരില്ല. അത് വരാൻ സാധ്യത കുറവാണ്. എന്തോ ഒരു പ്രതികേടുണ്ട്. നിങ്ങളെന്താ ഞാൻ ഫെയിൽ ആവില്ല എന്ന് ഉറപ്പിച്ച് പറയണത്? ആയല്ലോ, അതല്ലേ റിസൾട്ട്. സാധ്യത കുറവാണ്. ആളുടെ പേര് നോക്ക്. ഇത് എന്റെ റിസൾട്ടേ അല്ല, ഞാൻ പറ്റിച്ചതാണ്. ഇതാണ് എന്റെ റിസൾട്ട്. അത് മതി, ധാരാളം മതി. എനിക്ക് 64% ഉണ്ട്. യൂണിവേഴ്സിറ്റി ടോപ്പറിനൊക്കെ പപ്പ 74 ആണ്. 65ന്റെ മുകളിലായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ 64 കിട്ടി, ഞാൻ ഹാപ്പിയാണ്. നിന്റെ ഈ പ്രൊഫഷനിൽ അങ്ങനെ പാസ്സായ മറ്റൊരു തമ്മിൽ വലിയ വേരിയേഷൻ ഒന്നുമില്ല. കോമൺ സെൻസ് നന്നായി അപ്ലൈ ചെയ്യാത്ത തന്നെ. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇത്തവണ ക്ലാസ്സിലേക്ക് കയറിയിട്ടില്ല, കുറവാണ്. ഞാൻ സോളോ ട്രിപ്പൊക്കെ പോയി. അതുകൊണ്ട് എന്നിട്ട് ഞാൻ പഠിച്ചു. അപ്പൊ എക്സ്ട്രാ അപ്രിഷിയേറ്റ് ചെയ്യും. എടാ, അത് എനിക്കുള്ള സാധനം തന്നെ ആർക്കും കിട്ടുമോ? നീ പാസ്സായത് എനിക്ക് തന്നെ കിട്ടുക. നിന്റെ ലൈഫിൽ തന്നെ. ഞാനൊന്നും പാസ്സായിട്ടല്ലോ.
അപ്പോൾ എന്താണ് അതിന്റെ റിസൾട്ട്? സന്തോഷം? എടാ അത് എപ്പോഴും എന്താണ് അത് നല്ല സന്തോഷം തന്നെയല്ലേ. 6 മാസം കൂടുമ്പോൾ റിസൾട്ട് വന്ന് ആർക്കും ഒന്നും തോന്നുന്നില്ല. ഗുഡ് 6 മാസം കൂടുമ്പോൾ റിസൾട്ട് വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ തോൽക്കാണ്ട് മര്യാദയ്ക്ക് പഠിച്ചു പോകാൻ. ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ് നോടോ എപ്പോഴും നന്ദി. നല്ല തന്നെ. ഇതിനൊപ്പം ഈ പഠിച്ചത് സമൂഹത്തിലേക്ക് ഗുണകരമായിട്ട് ഏതെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതല്ലേ. ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ പഠിപ്പ് എല്ലാ സാധനവും വേസ്റ്റ് ആവില്ലേ. അപ്പോൾ അത് ഉപയോഗിക്കണ്ടല്ലോ. അതിപ്പോൾ മേക്കിംഗ് പീപ്പിൾ ഹാപ്പി, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾസോ ഗുഡ്. അടുത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഗൈസ് എൻ്റെ റിസൾട്ട് പറയും എല്ലാവരും ഹാപ്പിയായി. അപ്പൊ പറയണ എന്നാലും വരാൻ ഒരു തോക്കാൻ ഒരു ചാൻസ് ഇല്ല, എന്തോ എവിടെയോ പറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ ഗൈസ്.